ജപ്പാനിൽ ഒരുപാട് മോൺസ്റ്റേഴ്സ് വന്നിങ്ങനെ ആക്രമിക്കും. അതായത് പല സൈസിലുള്ള പല പവർ ലെവൽസിലുള്ള മോൺസ്റ്റേഴ്സ് വന്ന് ആക്രമിക്കും. ഈ മോൺസ്റ്റേഴ്സിനെയൊക്കെ വിളിക്കുന്ന പേര് കൈജൂസ് എന്നാണ്. അപ്പോൾ ഈ കൈജൂസിനെ ഫേസ് ചെയ്യാൻ വേണ്ടി തന്നെയായിട്ട് അവിടെ ഒരു ഫോഴ്സും ഉണ്ട്. അതായത് ആർമിയും ഡിഫൻസും കൂടെ ചേർന്നുകൊണ്ട് ഒരു ഫോഴ്സിനെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും കൈജു വന്ന് സിറ്റിയിലൊക്കെ ആക്രമണം നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ ഈ ഒരു ഫോഴ്സ് വന്നിട്ട് അതിനെ തട്ടിക്കളയും. പല പവേഴ്സുള്ള പല വെപ്പൺസ് യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഈ ഒരു ഫോഴ്സിനകത്തുണ്ട്. അപ്പം ഈ ഒരു ഫോഴ്സിൽ തന്നെ മറ്റൊരു ഭാഗവും കൂടെ ഉണ്ട്. അതായത് ഈ ആൾക്കാർ വന്നിട്ട് ഈ ഒരു കൈജൂസിനെയൊക്കെ കൊന്നിട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അവശിഷ്ടങ്ങളും ബോഡിയൊക്കെ ആ ഒരു വലിയ സിറ്റിയിൽ കിടക്കുമല്ലോ. അപ്പോൾ അതിനെയൊക്കെ നീക്കം ചെയ്യാനും അവിടെയൊക്കെ ക്ലീൻ ചെയ്യാനുമായിട്ടൊരു ടീമും കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു ടീമിലെ ഒരു പ്രധാനപ്പെട്ട മെമ്പറാണ് നമ്മുടെ നായകനായിട്ടുള്ള ഹിബിനോ കാഫ്ക. അപ്പോൾ കാഫ്കയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഈ ഒരു ആർമിയിൽ ജോയിൻ ചെയ്യണമെന്നാണ്, അല്ലെങ്കിൽ ഈ ഒരു ഫോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നാണ്. തനിക്ക് വളരെയധികം വേണ്ടപ്പെട്ട ഒരാൾ ഈ ഒരു ഫോഴ്സിൻ്റെ ഏറ്റവും തലപ്പത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുടെ കൂടെ നിന്നുകൊണ്ട് ഈ കൈജൂസിനൊക്കെ എതിരെ പോരാടണം എന്നാണ് നമ്മുടെ നായകനായിട്ടുള്ള കാഫ്കയുടെ ആഗ്രഹം. പക്ഷേ അതൊന്നും നടക്കുന്നില്ല. കാരണം കാഫ്കയ്ക്ക് അത്ര വലിയ പവറോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഇനി കാഫ്കയ്ക്ക് ഒരു തവണയും കൂടിയേ ഈ ഒരു ഫോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള എക്സാമിൽ പങ്കെടുക്കുവാൻ സാധിക്കത്തുള്ളൂ. കാരണം അദ്ദേഹത്തിന് ഓവറേജ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൺ ലാസ്റ്റ് ടൈം എന്ന രീതിക്ക് കാഫ്ക പോയിട്ട് ആ ഒരു എക്സാമിൽ പങ്കെടുക്കുകയാണ്. പിന്നീട് എന്ത് സംഭവിക്കും എന്നുള്ളത് കാണിച്ചുകൊണ്ട് പോകുന്ന ഒരു കിടിലൻ ആനിമയാണ് കൈജു നമ്പർ 8. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. നമ്മുടെ ഹിബിനോ കാഫ്കയ്ക്ക് വളരെ യാദൃശികമായിട്ടൊരു പവർ കിട്ടുകയാണ്. അതായത് ഒരു കൈജുവിൻ്റെ പവർ കിട്ടുകയാണ്. സാധാരണ കൈജു ഒന്നുമല്ല, ഒരു 1.5 ലെവൽ കൈജുവിൻ്റെ പവർ കിട്ടുന്നതും. അപ്പം ആ ഒരു കൈജുവിൻ്റെ പവർ ലെവൽസൊക്കെ മറ്റുള്ള ആൾക്കാരുടെ ഫ്രണ്ടിൽ കാണിക്കാണ്ട് അതൊക്കെ ഒതുക്കി പിടിച്ചുകൊണ്ട് ഒരു സാധാരണ മനുഷ്യനായിട്ട് എങ്ങനെ കാഫ്ക ജീവിക്കുന്നു, അതുപോലെ തന്നെ തൻ്റെ ആ ഒരു ആഗ്രഹം കാഫ്കയ്ക്ക് സബലീകരിക്കാൻ പറ്റുമോ എന്നൊക്കെ കാണിച്ചുകൊണ്ട് പോകുന്ന ഒരു കിടിലൻ ഐറ്റമാണ്. ഗംഭീര ആനിമേഷൻ ഉണ്ട്, ഗംഭീര ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഉണ്ട്, ഒരുപാട് രോമാഞ്ചം തരുന്ന മൊമെൻറ്റ്സ് ഉണ്ട്. ഈ നായകൻ്റെ പവർ ലെവൽസ് ഒക്കെ ഇൻക്രീസ് ആവുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന രോമാഞ്ചം എന്ന് പറയുന്നത് ഒരു ഐറ്റമാണ് മക്കളെ. അപ്പം നിങ്ങൾ അങ്ങനത്തെ ഒരു മാസീവ് ഐറ്റം, അതായത് തുടക്കം തൊട്ട് അവസാനം വരെ ഒരു ബുള്ളറ്റ് ട്രെയിൻ കണക്കിന് പോകുന്ന ഒരു ഐറ്റം കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ഈ ഒരു കൈജു നമ്പർ 8. ഇതിൻ്റെ ഫസ്റ്റ് സീസൺ കഴിഞ്ഞപ്പോൾ സെക്കൻഡ് സീസൺ ഓൺഗോയിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വളരെയധികം ബിഞ്ചടിച്ച് കാണാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. സെക്കൻഡ് സീസൺ ഓൺഗോയിങ് ആയിട്ടും വേണമെങ്കിലും കാണാം. കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യുക.